അവരെങ്ങനെ ദേഷ്യപ്പെട്ടാലും ശരി, നമ്മൾ വളരെ കൂളായിട്ട് അത് ഡീൽ ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. സ്മൈലിംഗ് ഫേസോട് കൂടി ഡീൽ ചെയ്യാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെയാണ് ഒരു ഒബ്ജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം ഏതൊരു ഒബ്ജക്ഷനും കേൾക്കാൻ തയ്യാറാണ്. വീട്ടിലെ കാര്യമാവട്ടെ, കുറച്ചു നേരം ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ഒബ്ജക്ഷൻസ് എന്താന്നുള്ളത് സൊല്യൂഷൻ ഇല്ലാത്ത കാര്യമില്ലല്ലോ. അപ്പൊ സൊല്യൂഷനാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോർമൽ ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷനിലാണ്. കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ഇടും ചാറ്റ് ബോക്സിൽ. നിങ്ങൾക്കുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ഉത്തരങ്ങൾ നമുക്ക് പരമാവധി നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 2007 മുതലാണ്. ഓക്കെ, അതുമുതൽ ഇന്നേ വരെ കുറെ കമ്പനികളും അതേപോലെ കുറെ ലീഡേഴ്സിന് ഒരു 10,000-കണക്കിന് പ്രോസ്പെക്റ്റിനെ കണ്ട ചില എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറയാം. യെസ്, വരുന്നുണ്ട്. സർ, സ്റ്റാർട്ടപ്പ് ടു പ്രീമിയം 10,000 അതിൽ എന്തെല്ലാമാണ് കിട്ടുന്നത്? പ്രൊഡക്റ്റ് മാത്രമാണോ? പ്ലീസ്, ഒരു കസ്റ്റമർ ചോദിച്ച. ഓക്കെ, ആൻസർ തരാം, നോ പ്രോബ്ലം. ഗ്രേറ്റ്, താങ്ക് യു മാം. നിനക്ക് എന്ത് കിട്ടി? ഗുഡ് ക്വസ്റ്റ്യൻ. മണിച്ചേ, നിനക്ക് എന്ത് കിട്ടി? ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഫീൽഡിൽ പോയ ആളുകൾക്ക് എല്ലാവർക്കും പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സർ, സ്റ്റാർട്ടപ്പ് ടു പ്രീമിയം 10,000 അതിൽ എന്തെല്ലാമാണ് കിട്ടുന്നത്? പ്രൊഡക്റ്റ് മാത്രമാണോ? 10,000 പ്രോഡക്റ്റ് മാത്രമാണോ കിട്ടുന്നത് അല്ലെ? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന്. അല്ല, എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ലാപ്പിലൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 6 years ആയില്ലേ? അതിനു മുമ്പ് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിരിക്കൂലേ പ്രൊമോട്ട് ചെയ്തേ എന്ന്. ഓക്കെ, ഫിറോസ് ബ്രോ. ഓക്കെ, 6 years ആയില്ലേ? അതിനു മുമ്പ് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിരിക്കൂല പ്രൊമോട്ട് ചെയ്തേന്ന്. അത് കറക്റ്റ് ക്ലിയർ ആയിട്ടില്ല. ഫിറോസ് ഭായ് ജസ്റ്റ് മലയാളത്തിൽ ഒന്ന് ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്തു. 6 years ആയില്ലേ? പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കുമോ? പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കുമോ? ഓക്കെ, ഇനി വരട്ടെ. ഇതെല്ലാം നടക്കുമോ? യെസ്, ഇതെല്ലാം നടക്കുമോ? വരട്ടെ. ഇനി വേറെ ചോദ്യം. എല്ലാ ചോദ്യങ്ങൾക്കും പരമാവധി ഉത്തരങ്ങൾ ഒന്ന് തരണം. ഓക്കെ, എന്തെങ്കിലും വരട്ടെ. ഇനി ആദ്യം ഇതുപോലെയായിരുന്നു. ഓക്കെ, അത് നോർമൽ എല്ലാ MLM കമ്പനി ഒരുപാട് ഡയറക്ട് സെല്ലിംഗ്. ഓക്കെ, ഇത് മണി ചെയിൻ ആണോ? ഈ ചോദ്യം ഓക്കെ, അതിൽ നമുക്ക് കൊടുക്കാം. ലീഗൽ ആണോ? മറ്റുള്ള കമ്പനികളുടെ പേരിൽ നമ്മളിവിടെ കൊടുക്കാണ്ടിരിക്കാൻ ബെറ്റർ. ഓക്കെ, ലീഗൽ ആണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിനുള്ള ആൻസറിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് കോമൺ ക്വസ്റ്റ്യൻ. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും പഠിപ്പിച്ച് എല്ലാവർക്കും മനസ്സിലായി. എന്ത്? മണി ചെയിൻ. ഈ ചോദ്യം ആര് ചോദിച്ചു കഴിഞ്ഞാലും തിരിച്ചൊരു ചോദ്യം ചോദിക്കണം, എന്താണ് മണി ചെയിൻ? ഓക്കെ, എന്താണ് മണി ചെയിൻ എന്ന ചോദ്യം തിരിച്ച് ചോദിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി. ക്ലിയർ? അപ്പൊ എന്താ നമ്മൾ ചോദിക്കേണ്ടത്? ഇത് മണി ചെയിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് മണി ചെയിൻ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മണി ചെയിൻ ആണെന്ന് ഉറപ്പിച്ച് അവർ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചോദ്യമുള്ളൂ, എന്താണ് മണി ചെയിൻ? ഒട്ടുമിക്ക ആളുകൾക്ക് അറിയില്ല. അപ്പൊ പറയും ആളുകൾ എങ്ങനെ ചേർക്കുന്ന പരിപാടി.
ആളുകളെ ചേർക്കുന്ന പരിപാടി. അതാണ് മണി ചെയിൻ അല്ല. അതായത് മണി ചെയിൻ എന്താണെന്നുള്ളത് ശരിക്ക് വ്യക്തമാക്കി കൊടുത്താൽ മതി. ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബേസിക് പഠിച്ചാൽ മതി. ബേസിക് 1990 കാലഘട്ടത്തിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നത്. ബോർഡ് ക്ലിയർ അല്ലേ? ആ സൈഡിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. ഓക്കെ സർ, എന്റെ നെറ്റ് സ്റ്റെക്കായി, ഞാൻ കേട്ടില്ല. ഓക്കെ പറയാം. നല്ല നെറ്റിലോട്ട് ഇരിക്കട്ടോ. 1990-ലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇവിടെ ഉദയം കൊള്ളുന്നത്, അതായത് ഇന്ത്യയിൽ ഉദയം കൊള്ളുന്നത്. ഓക്കെ. അതിനുശേഷം ഒരുപാട് നല്ല കമ്പനികളും മണി ചെയിൻ കമ്പനികളും. ഓക്കെ, ഇതാണ് നല്ല കമ്പനികളുണ്ട്, മണി ചെയിൻ കമ്പനികളുണ്ട്. ഇത് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒന്നില് പ്രോഡക്റ്റ് ഉണ്ടാവും, മറ്റൊന്നില് പ്രോഡക്റ്റ് ഉണ്ടാവില്ല, അവിടെ മണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നിൽ എന്തുണ്ടാവും? പ്രോഡക്റ്റ് ഉണ്ടാവും. ഓക്കെ. 1990-ലാണ് ഇൻഡസ്ട്രി വന്നതെങ്കിലും നമ്മൾ ഇതിന്റെ ബേസിക് ഇത്രേ ഉള്ളൂ. 2018 നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. 2018 ഓഗസ്റ്റ് 8, ഈ ഒരു ഡേറ്റ് മറക്കാൻ ഞാൻ മതി. ഓക്കെ, ഓഗസ്റ്റ് 9 നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ്. ഇവിടെ 2018 ഓഗസ്റ്റ് 8 ഇവിടെ ഡയറക്ട് സെല്ലിംഗിന് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഗവൺമെന്റ് കൊണ്ടുവന്നു. ഓക്കെ, ഈ ഒരു മെക്കാനിസത്തിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് മണി ചെയിൻ. ഇതിനൊരു ബുക്ക് വരെ ഇറക്കിയിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു പുസ്തകം വരെ ഉണ്ട് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ അതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് മണി ചെയിൻ എന്താണ്, ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന്. അപ്പൊ മണി ചെയിൻ ഡയറക്ട് സെല്ലിംഗ് തമ്മിലുള്ള മാറ്റത്തിലേ ഉള്ളൂ. പ്രോഡക്റ്റുകൾ സെല് ചെയ്യുന്ന കമ്പനികൾ അവിടെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നു, മണി മാത്രം സെല് ചെയ്യുന്ന കമ്പനികൾ മണി ചെയിൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ കമ്പനി ആവട്ടെ, കേരളത്തിൽ ഒരുപാട് കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളിലും 90% കമ്പനികളും ഇന്ന് മാർക്കറ്റിലുള്ളത് മണി ചെയിൻ ആണ്. ഓക്കെ, പക്ഷെ ഗവൺമെന്റ് നമുക്ക് ഇനി അടുത്ത മാസം 19-ാം തീയതിയോട് കൂടി നമുക്ക് പുതിയൊരു കാര്യം കൂടി പറയാൻ പറ്റും. ഈ ഒരു മണി ചെയിൻ ആണോ അല്ലെങ്കിൽ നല്ല കമ്പനിയാണോ, മണി ചെയിൻ കമ്പനിയാണോ നമ്മളോട് സമീപിക്കുന്ന കമ്പനി എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഇറക്കാൻ പോകുന്നു. ഈ വെബ്സൈറ്റ്, ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരുണ്ടെങ്കിൽ ആ കമ്പനി നമുക്ക് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചൂസ് ചെയ്യരുത്. കാരണം ഇനി വരാൻ പോകുന്നത് അറസ്റ്റാണ്. അതായത് മണി ചെയിൻ ഇന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, കാരണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിയമം ഇന്നായിട്ടില്ല. ഓക്കെ, അതിന് കംപ്ലൈന്റുകൾ വന്നാൽ മാത്രമേ അവിടെ വലിയ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. പക്ഷെ അടുത്ത മാസം 19-ാം തീയതി വെബ്സൈറ്റ് ഔട്ട് ചെയ്തതിനു ശേഷം ആ വെബ്സൈറ്റിൽ ഇല്ലാത്ത കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുന്നതും മണി ചെയിൻ കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുന്നതും ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജിന്റെ പ്രൂഫ് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യാനുള്ള പുതിയ ലോ ആണ്, പുതിയ നിയമമാണ് വരാൻ പോകുന്നത്. സോ ഇതിന്റെ റൈറ്റ് ടൈം വരാതിരിക്കുന്നുള്ളൂ. ഇപ്പോ മണി ചെയിൻ ഇത്രേ ഉള്ളൂ. എന്താണ് മണി ചെയിൻ എന്ന് ചോദിക്കാം, ഒട്ടുമിക്ക ആളുകൾക്ക് മണി ചെയിൻ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ബേസിക് ആയിട്ട് പറയേണ്ടത് ഇത്രേ ഉള്ളൂ. പ്രോഡക്റ്റ് മണി, പ്രോഡക്റ്റ് ആണെങ്കിൽ അതെന്താണ്, പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണ്, ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇതിന്റെ ഒരു ബേസിക് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്, ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചെയ്യുന്നത്. അപ്പോ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ട്രഡീഷണൽ കമ്പനികൾ എന്ത് ചെയ്യുന്നു, ട്രഡീഷണൽ ആയിട്ട് നോർമലി കച്ചവടം എന്ത് ചെയ്യുന്നു, ഒരു മാനുഫാക്ചർ, ആ മാനുഫാക്ചർ ഒരിക്കലും കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ല. എന്ത് ചെയ്യുന്നു, റീറ്റെയിൽ ഷോപ്പ്, ഹോൾസെയിൽ ഷോപ്പ്, ഒരു ഡിസ്ട്രിക്ട് വൈസ് ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ, C&F, ഇങ്ങനെ തട്ടുകൾ കൈമാറി. ഇതും കൂടാണ്ട് അഡ്വർടൈസ്മെന്റ് കൂടി വരും. ഇങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് എത്തുന്നതെങ്കിൽ ഡയറക്ട് സെല്ലിംഗിൽ ഇത്രേ ഉള്ളൂ. ഒരു മാനുഫാക്ചർ, ആ മാനുഫാക്ചർ കമ്പനി തന്നെ ആയിരിക്കും, ഈ കമ്പനി ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇവിടെ ഏകദേശം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു 70%, 60 or 70 or 80 ഡിപ്പെൻഡ്സ് ഓൺ ദർ പ്രോഡക്ട്സ്.
ആ ഒരു പെർസെന്റേജിനെ 60 to 70% ആവറേജ് ഉണ്ടാവും. അത് ആരാണോ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇവിടെ ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, ഈ ഒരു ആളുകളാണ് മാനുഫാക്ചറിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഇവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇവിടെ ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്ത് ജോയിൻ ചെയ്യുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ 70% 60% ആണ് കൊടുത്തതെങ്കിൽ ഈ ഇടനിലക്കാരായിട്ട് വരുന്ന ഇവരിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് എന്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാവും, മറ്റിടത്ത് പ്രോഡക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു കാര്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് ലീഗൽ ആണോ എന്നുള്ളതിനും ഇപ്പൊ ഞാൻ പറഞ്ഞ ആൻസറിന്റെ മതി. ലീഗൽ ആണോ എന്നുള്ളതിനും നമുക്ക് സെയിം ആൻസർ മതി. ഓക്കെ, ദെൻ ഇതിനൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഗൂഗിളിൽ കാണാം. ഓക്കെ, പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ ഒരു ശാശ്വത പരിഹാരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് കാണാം. നമ്മുടെ ഒരുപാട് MLA മാരും മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി വേൾഡ് ഫേമസ് പീപ്പിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ കാണാം. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാം. ദെൻ പണിച്ചിൻ കഴിഞ്ഞു, നിനക്ക് എന്ത് കിട്ടി? നിനക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിന് നോർമലി ഈ ചോദ്യം എപ്പോഴാണ് കിട്ടുക? സ്റ്റാർട്ടിങ്ങിലാണ് കിട്ടുന്നതെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്കൊന്നും കിട്ടാനായിട്ടില്ലല്ലോ, ഉള്ളതേ അവിടെ പറയാൻ പാടുള്ളൂ, സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ജസ്റ്റ് ഈ ബിസിനസ്സിൽ 2 പേരെ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വേണ്ട, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ജസ്റ്റ് ഒരു 50 രൂപ ക്രെഡിറ്റ് ആയ അക്കൗണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എന്താണോ ആക്റ്റീവ് ആകുന്നത്, ആ ആക്റ്റീവ് ആകുന്ന അന്ന് മുതൽ നമ്മൾ ബിസിനസ്സിൽ ഓഫർ ചെയ്യുന്നു. ഒരു 50 രൂപ കിട്ടിയത് കാണിച്ചു കൊടുത്താൽ തന്നെ നോർമലി 90% ആളുകളും ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യും. അതായത് ആളുകളുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഫുള്ള് ഉടായ്പാണ്, ജസ്റ്റ് ആളുകളെ ചേർന്ന് പോകുള്ള ആർക്കും കാശൊന്നും കിട്ടൂല. ഇത് എന്റെ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഈ ഒരു ടീം ഇതേപോലെ എന്റെ അടുത്തേക്ക് വന്ന സമയത്ത്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്, അവർക്ക് ഞാൻ വെബ്സൈറ്റിൽ കാണിച്ചു കൊടുത്തു മന്ത്ലി ഇത്ര കിട്ടുന്നുണ്ട്, ലക്ഷങ്ങളാണെങ്കിൽ അത് അവര് വിശ്വസിച്ചില്ല. വെബ്സൈറ്റ് ഇത് കമ്പനിയുടെ സൈറ്റ് അല്ലേ. എന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അന്ന് എന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കാണിച്ചു കൊടുത്ത് അവിടെ ഉള്ളതുപോലെ ഇവിടെയും കണ്ടതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബിസിനസ്സിലേക്ക് അവർ വന്നത്. സോ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് എത്രയാണോ ഇൻകം കിട്ടിയത് അതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നല്ലത്, പക്ഷെ ചിലര് ചോദിച്ച് നമ്മളെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്ന ആളുണ്ട്. ബിഗിനിങ്ങിൽ ആർക്കും ലക്ഷങ്ങളും കോടികളും ഒരു മേഖലയിലും കിട്ടാൻ പോകുന്നില്ല. സ്റ്റാർട്ടിംഗ് ആണ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ തുടക്കക്കാരനാണ്, നീയും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ ചിലര് കൂടുന്നു. ചിലർ അപ്പോഴും നമ്മളെ കളിയാക്കാൻ വേണ്ടി നിൽക്കും. അവർക്ക് കൊടുക്കേണ്ട ഇത്രേ ഉള്ളൂ, മാസീവ് സക്സസ്. മാസീവ് സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച്. അതായത് വലിയ വിജയം കാണിച്ചു കൊടുത്തിട്ട് നല്ലൊരു വണ്ടിയൊക്കെ എടുത്തിട്ട്, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഓക്കെ, നല്ലൊരു വണ്ടി എടുത്തിട്ട് അവര് മുന്നിൽ കൊണ്ടുപോയിട്ട് വാടിയ കയറി ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിനക്ക് കിട്ടിയോ ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളെ കുറച്ചു കാലത്തേക്ക് അങ്ങോട്ട് മാറ്റിയിരുത്തിയിട്ട് നമുക്ക് നമ്മളിലേക്കുള്ള ആളുകൾ വരും. ഈ ഒരു ബിസിനസിന്റെ നോർമൽ ഒരു കമ്പനിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 10:1. ഓക്കെ, 10 ആള് കാണാൻ ശ്രമിച്ചാൽ ഡയറക്ട് സെല്ലിംഗില് ആവറേജ് റേഷ്യോ ആണ്, ഒരിക്കലും ഓക്സിഡോ റേഷ്യോ അല്ല. 10:1 എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത് വലിയ പാക്കേജ് ആണെങ്കിലും ശരി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഭാഗം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ മണി ചെയിൻ, ലീഗൽ. 10,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് ഏതൊരു മാഡം ഒരാൾ ചോദിച്ചു. പ്രൊഡക്റ്റ് മാത്രമല്ല, പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റും കിട്ടും, ഓപ്പർച്യൂണിറ്റിയും കിട്ടും. ഇനി പോരാത്തതിന് ഒരു 50,000 50+10 ഒരു 80,000 പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ വ്യക്തിക്ക് ഒരു 80,000 റെഡീം വൗച്ചറും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ എന്തൊക്കെ കിട്ടി? 10,000 എടുത്ത ആൾക്ക് ഒരു 80,000 റെഡീം വൗച്ചർ കിട്ടി,
അതിനുള്ള പ്രോഡക്റ്റ് കിട്ടി, ദെൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓപ്പർച്യൂണിറ്റി ഇത് മൂന്നും കിട്ടും. ഓക്കെ, ദെൻ 6 years ആയില്ല. ഇത് എന്താന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കുമോ? യെസ്, പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കുമോ? നല്ല ചോദ്യം. അതിന് നമുക്ക് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന്റെ റിവ്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു ബ്രോഷർ ഉണ്ട്, ജസ്റ്റ് ഞാൻ കാണിക്കാം. ഈ ബ്രോഷർ ഡിജിറ്റലിലുണ്ട്, PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മുടെ ഒരു അടുത്ത മാസം വരുന്ന പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും എല്ലാവരുടെ കയ്യിലേക്കും ഈ സാധനം എത്തും. ഓക്കെ, ഇതില് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് ഓരോന്നും വായിച്ച് പഠിച്ചാൽ ഒരു വീട്ടില് മിനിമം 2 or 3 പ്രൊഡക്റ്റ് പോകും. ഓക്കെ, കാരണം ഈ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ, ഈ പ്രൊഡക്റ്റ് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങള് ജസ്റ്റ് നമ്മളൊന്ന് പഠിച്ചു കൊടുത്താൽ മതി. അതിന്റെ റിസൾട്ട് നമ്മൾ ഒരു തൃശ്ശൂർ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതാണ്, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ. ഇനി അതിലുപരി നമുക്ക് വെബ്സൈറ്റിൽ നമ്മുടെ യൂട്യൂബിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റിമോണിയൽ വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഗ്യാരണ്ടി ആയിട്ടും വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇതെല്ലാം നടക്കുമോ? അപ്പൊ നടന്ന ആളുകളെ കാണിച്ചു വിട്ടാൽ മതി. ഏറ്റവും എളുപ്പം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം, ലൈവായിട്ട് ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മൾ സ്ക്രീൻ കാണുന്നുണ്ട്. നമ്മൾ നേരെ ഗൂഗിൾ എടുക്കുക. ഗൂഗിളില് ടോപ്പ് അച്ചീവേഴ്സ്, ഇത് ജസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാട്ടോ. അച്ചീവേഴ്സ് MLM ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്, ടോപ്പ് ഏണേഴ്സ് ഇൻ ദ വേൾഡ്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ ഏതിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഓരോ കമ്പനികളുടെയും ടോപ്പ് അച്ചീവേഴ്സ് ആണ്. ഇവിടെ നമുക്ക് നാട്ടിൽ പരിചയമുള്ള 1-2 കമ്പനികൾ കാണിച്ചു തരാം. ആംബേ നമ്മൾ കേട്ടതാണ്. ഇതിലെ ടോപ്പ് അച്ചീവേഴ്സ് വാങ്ങുന്ന ഇൻകം, ഇതൊന്ന് എന്ത് ചെയ്താൽ മതി, മന്ത്ലി ഇൻകം ഇതൊന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇന്ത്യൻ മണിക്കൊന്ന് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, മിനിമം 10 കോടിക്ക് മേലോ, മിനിമം 10 കോടിക്ക് മേലെ ആയിരിക്കും ഇവരുടെയൊക്കെ ആവറേജ് ഇൻകം. ഇതിൽ ഒരു വ്യക്തിനെ ഇതാണ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ റോൾ മോഡൽ, ഡെക്സ്റ്റർ യാഗർ. ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. യാഗർ ഫാമിലിയിലേക്കാണ് ഇൻകം പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ടോട്ടൽ നെറ്റ് വർത്ത് ഇത് ആർക്കെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ കാൽക്കുലേഷൻ ആണ് 3600 കോടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം. ഇത് ആനുവൽ ഏർണിങ്സ് ആണ്. ടോട്ടൽ ഇൻകം അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കാണിച്ചു തരാം. ഇനി ഇതേപോലെ തന്നെ ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് ഏർണേഴ്സിന്റെ ലിസ്റ്റ് വേറെ തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക. ഇവിടെ 10, 100, 1000, 10,000 ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 46 കോടി ഡോളർ എന്ന് പറയുന്നത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. അത് ഏകദേശം 3600 കോടി പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നടക്കൂ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഇത്ര ഉള്ളു ഉത്തരം. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ഉത്തരം കൊടുക്കാനായില്ലേ? ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. എന്റെ നെറ്റ് സ്റ്റെക്കായി. സർ, പ്രോഡക്റ്റ് അല്ലാതായെങ്കിൽ കസ്റ്റമർ ഉണ്ട്. പ്രോഡക്റ്റ് അല്ലാത്തയാണെങ്കിൽ കസ്റ്റമർ ഉണ്ട്. പ്രോഡക്റ്റ് താല്പര്യമില്ലാത്തവർ അവർ തന്ന മണിക്ക് അനുസരിച്ച് ഗിഫ്റ്റ് കിട്ടുമല്ലോ, നഷ്ടം വരുന്നില്ല.
ഞാൻ പറഞ്ഞത് കുറച്ച് പേര് സക്സസ് ആണ് സാർ, പ്രൊഡക്റ്റ് താല്പര്യമില്ല. ഓക്കെ, പ്രൊഡക്റ്റ് താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് ബ്ലേസറിന്റെ പീസസ് ഉണ്ട്. ഓക്കെ, ജെൻസിനാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലേസറിന്റെ 2 ബ്ലേസറിന്റെ പീസ് അവിടെ ഉണ്ട്. ലേഡീസിന് നമുക്ക് അവിടെ ഒരു കാഞ്ചീപുരം സാരി ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഇതും കൂടാണ്ട് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് പ്രോഡക്റ്റില് ഇപ്പോ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് അടക്കം 10,000 പ്ലാനിലൊക്കെ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് അടക്കം വന്നു. ഇനി എഡ്യൂക്കേഷൻ പാക്കേജുകൾ ബാക്ക് എൻഡിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷും മറ്റുള്ള ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ ഒരു എഡ്യൂക്കേഷൻ സംഭവങ്ങളും ബാക്ക് എൻഡിൽ വർക്ക് നടക്കുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ പാക്കേജ് വരുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽ പാക്കേജ് അതുകൂടി വരുന്നുണ്ട്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ എന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരട്ടെ. 4140 കോടി അല്ലെ? ഓക്കെ, ഗ്രേറ്റ്. അത് ഓരോ മാസം കൂടി 4000+ കോടി ആയി. അതായത് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ത്രൂ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 4100 സംതിങ് കോടി. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയാണ്. ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും വലിയ സംഖ്യ ആവില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ഇൻഡസ്ട്രിയിൽ വളരെ ചെറുതാണ്. ഇന്ത്യയുടെ ഗ്രോത്ത് ശരിക്കും നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ചോദ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ, ഞാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ചോദ്യത്തിലേക്ക് കടക്കും. നിങ്ങൾ പറയണം. ഇനി ഒരു ഫേമസ് ചോദ്യം ഞാൻ പറയട്ടെ പറയണമെങ്കിൽ ജസ്റ്റ് എസ് എന്ന് ടൈപ്പ് ചെയ്യാമോ? എസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഒരു ഫേമസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ്. ഐ ഡോണ്ട് ഹാവ് മണി അല്ലെ? എന്റെ കയ്യിൽ കാശില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. എന്റെ കയ്യിൽ ടൈം ഇല്ല. Am I correct? ഇങ്ങനത്തെ ചോദ്യം കിട്ടിയതിൽ ആരൊക്കെയുണ്ട്? ഉള്ളവരൊന്ന് ടൈപ്പ് ചെയ്യാം. എനിക്ക് കിട്ടിയെന്നുള്ളത് ഐ എന്ന് ടൈപ്പ് ചെയ്യാം. എന്റെ കയ്യിൽ സമയമില്ല, എന്റെ കയ്യിൽ കാശുമില്ല. ഐ ഡോണ്ട് ഹാവ് ടീം. എന്താണ്? എന്റെ കയ്യിൽ ടീമുമില്ല, പൈസ ഇല്ല, ടൈമും ഇല്ല, ടീമുമില്ല. ഇനി ഇതേപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതൊരു അടിപൊളി ചോദ്യമാണ്. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾക്ക് ആർക്ക് ഓൾറെഡി കിട്ടിയ ആളുകൾ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എനിവേ, ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചെയ്യേണ്ട പണിയുണ്ട്. ടീമുണ്ട്. ഓക്കെ, അപ്പൊ കൊടുക്കേണ്ട പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? ഒരൊറ്റ ഷേക്ക് ഹാൻഡ്. ഐ ഡോണ്ട് ഹാവ് മണി, എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഷേക്ക് ഹാൻഡ് കൊടുക്കുക. ഒരു ചിരിയും കൊടുക്കുക കയ്യിൽ. കാരണം നമ്മളൊക്കെ ഈ ബിസിനസ്സിലേക്ക് വന്നത് അവർക്ക് അടുത്ത് കൊടുക്കണേ. ഞാനും ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എന്റെ കയ്യിൽ പണമില്ലായിരുന്നു. പക്ഷെ പിന്നെ അടുത്തൊരു കാര്യം കൂടെ അവിടെ കൊടുക്കേണ്ടത്, ഇതേ കാര്യം എനിക്ക് പ്രസന്റേഷൻ കഴിവില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, എനിക്ക് പ്രസന്റേഷൻ കഴിവില്ല. ഐ ഡോണ്ട് ഹാവ് സ്കിൽ. ഗുഡ്. സ്കിൽ ടു പ്രസന്റ്. ഓക്കെ, പ്രസന്റ് പ്ലാൻ. അപ്പൊ ഐ ഡോണ്ട് ഹാവ് മണിക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്തേ? ആദ്യം ചെയ്ത് ഇത്രേ ഉള്ളൂ. കൈ കൊടുത്തിട്ട്, കൈ കൊടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കൈ കൊടുക്കുക. ഓക്കെ, കൈ കൊടുത്തിട്ട് സ്മൈലിംഗ് ഫേസോട് കൂടുതൽ അളിയ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു എന്നുള്ള ഒരു ഉത്തരം കൊടുത്തിട്ട് വേണം
നമ്മൾ അടുത്ത ആൻസർ കൊടുക്കാൻ. അതായത് ഇത് തന്നെയാണ്, ഇതേപോലെ ആയിരുന്നു ഞാൻ തുടങ്ങി, ഇന്ന് എന്റെ ലൈഫ് മാറിയവരാണെങ്കിൽ പറയാം. ഓക്കെ, ഇനി മാറാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ പറയേണ്ടത് ഇതേ ജീവിതം, ഇന്ന് ഞാൻ പോകുന്ന അതേ ജീവിതമാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ആര് എന്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നാലും ഐ ഡോണ്ട് ഹാവ് മണി എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇന്ന് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത് സക്കീർ ഭായ് ഇരിക്കുന്നുണ്ട്. യെസ്, സക്കീർ ഭായ്, സക്കീർ ഭായ് ഹായ്. ഓക്കെ, സക്കീർ ഭായ് എന്നോട് വന്നിട്ട് പറയുക എന്റെ കയ്യിൽ പണമില്ല. ഞാൻ സക്കീർ ഭായിക്ക് കൈ കൊടുത്ത്, സക്കീർ ഭായ് ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ സക്കീർ ഭായ് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇപ്പൊ ചെയ്യുന്ന അതേ തൊഴിലാണ്, അതേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ ഈ പ്ലാൻ കൊണ്ടുവന്ന് തന്നാൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്ലാൻ കൊണ്ടുവന്ന് തന്നാൽ നിങ്ങളുടെ ഉത്തരം അന്നും എന്തായിരിക്കും? ഐ ഡോണ്ട് ഹാവ് മണി, എന്റെ കയ്യിൽ പണമില്ല എന്നായിരിക്കും. ഇതിനൊരു ചേഞ്ച് വേണമെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് കൊടുക്കുന്നത് വലിയൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പൊ ഈ മെസ്സേജോട് കൂടി അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടി. ഓക്കെ, അവിടെ സക്കീർ ഭായിനെ സംബന്ധിച്ചിടത്തോളം എന്തായി, പണം ഉണ്ടാക്കാനുള്ള സോഴ്സ് ആണ് ആര് കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഐ ഡോണ്ട് ഹാവ് മണി. ഇനി ഈ പണം ഐ കാണ്ട് അറേഞ്ച് മണി. അടുത്തൊരു ചോദ്യമാണ്, ഐ കാണ്ട് അറേഞ്ച് മണി എന്നെ കൊണ്ട് ഇപ്പൊ നീഡായി എന്ത്, പണം എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നായി. കാരണം എന്താ, ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെട്ട ആളുകളുടെ കുറച്ച് ലിസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക. നമ്മുടെ സുജിത് സാറിനെ എടുത്ത് കാണിച്ചു കൊടുക്കുക, മെഴ്സിഡസ് ബെൻസ് അച്ചീവർ. അടുത്ത ഏപ്രിൽ മാസത്തിൽ നമുക്കൊരു ലേഡി മെഴ്സിഡസ് ബെൻസ് കാർ അച്ചീവർ വരുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഒരു 5 ലക്ഷറി കാർ ഓക്സിയിൽ ഇറങ്ങുന്നുണ്ട്, ഒരു മെഗാ ഇവന്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഓൾറെഡി അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഈവനിങ് മീറ്റിങ്ങിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു പരിധി വരെ എന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഓക്കെ, കാരണം എന്റെ ഐ ഡി ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ തുറന്നു കാണിച്ചാണ്. ഇന്നും ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സെഷനിൽ ഞാൻ ഇന്നും ജസ്റ്റ് എന്ത് ചെയ്യാം, ലാസ്റ്റ് വരെ ഇരിക്കുന്ന ആളുകൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോ എന്ത് ചെയ്യണം, ലാസ്റ്റ് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഓക്കെ, ഈ കാശ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓൾറെഡി അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളെ കാണിച്ചു കൊടുക്കാം. ഇനി ഐ കാൺ അറേഞ്ച് മണി, ഇത് ഭയങ്കര പ്രശ്നമാണ്. എന്നെ കൊണ്ട് പൈസ ഇപ്പൊ അറേഞ്ച് ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട 2 മെസ്സേജ് ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതിനുള്ളത് അവിടെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് എന്റെയും സിറ്റുവേഷൻ സീമെന്റ് ആയിരുന്നു, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഓക്കെ, റിയാലിറ്റി പറഞ്ഞാൽ മതി. ഇനി അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് പറയാനും പോണ്ട. നോർമലി ആ സിറ്റുവേഷനിലുള്ള ആളുകൾ തന്നെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ഐ കാണ്ട് അറേഞ്ച് മണി എന്ന് പറഞ്ഞ സമയത്ത് അവരിലേക്ക് കൊടുക്കാൻ പോകുന്ന 2 മെസ്സേജിൽ ഒന്ന് പോസിറ്റീവ് ആണ്, മറ്റതും നെഗറ്റീവ് ഉള്ള പോസിറ്റീവ് ആണ്. അതായത് ഒന്ന് വിദേശത്തേക്ക് ചോദിക്കുകയാണ്, സക്കീർ ഭായി കൂടെ ഞാൻ ചോദിക്കുകയാണ്, സക്കീർ ഭായ് മന്ത്ലി മാസം 1 ലക്ഷം രൂപ കിട്ടുന്ന, മാസം 1 ലക്ഷം രൂപ കിട്ടുന്ന, വേണ്ട മാസം ഒരു 50,000 രൂപ കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് വിദേശത്ത് അവിടെ കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് വിസക്ക് എത്ര ലക്ഷം രൂപ മുടക്കും? ഇതിന് എത്ര പേര് വിസ മുടക്കിയിട്ട് കാശ് കൊടുത്തിട്ട് ഗൾഫിൽ പോയവരുണ്ട്? അവരുടെ ആൻസർ ആയിരുന്നു. 2, ടീച്ചേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കാം. ഒരു 50,000 ബിലോ 1 lakh rupees എങ്ങനെയായാലും 10-20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ആവുന്നുണ്ട്. ഒരുപാട് പേര് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് മാസം ഒരു 50,000 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെങ്കിൽ എത്ര രൂപ ചെലവുണ്ട്? ഓ, സക്കീർ ഭായ് 2 lakh അടിച്ചു. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് നോർമലി നമുക്ക് എന്താ ആൻസർ കിട്ടുക? ലക്ഷങ്ങൾ ചെലവ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, മാസം ലക്ഷങ്ങൾ കിട്ടാൻ പറ്റുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15,000 15,000 രൂപ, ലക്ഷങ്ങളൊന്നും ചോദിക്കുന്നില്ല, ഒരു 15,000 രൂപക്ക് സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയം എടുത്തിട്ട് വന്നൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കാണ്ട് അറേഞ്ച് മണിക്ക് ഉത്തരം എവിടെ കിട്ടി? ഇനി 2,
അതായത് ഒന്നാമത്തെ ചോദ്യം ഈ പോസിറ്റീവ് രീതിയിലാണെങ്കിൽ രണ്ടാമത്തെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അവിടെ ഹോസ്പിറ്റൽ കേസാണ്. ഓക്കെ, ഇത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പ്രയോഗിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. നമുക്ക് അസുഖം വരാണ്ടിരിക്കട്ടെ, അപകടം വരാണ്ടിരിക്കട്ടെ, ഇത് രണ്ടും അവിടെ വേണം. അസുഖം വരാണ്ടിരിക്കട്ടെ, അപകടം വരാണ്ടിരിക്കട്ടെ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു, ഹോസ്പിറ്റൽ ബില്ല് ഒരു 25,000 വന്നു, 25,000 വന്നു, നമ്മൾ ഐ കാൺ അറേഞ്ച് മണി, എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കോ അതോ അറേഞ്ച് ചെയ്യോ? ഈ ചോദ്യത്തിന് നോർമലി നമുക്ക് എന്തുത്തരം കിട്ടും? ആ ഉത്തരവാണ് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാം. അപ്പൊ ഇത് രണ്ടെണ്ണാണ്. ഒന്ന്, നമുക്ക് ജോബിന് വേണ്ടി ആളുകൾ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ആ ജോബ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അല്ലെ? പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ സാലറി കിട്ടുന്നില്ല. ഇനിയിപ്പോ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ MBBS എഞ്ചിനീയറിംഗ് ഏതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യം എഡ്യൂക്കേഷന് വേണ്ടി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നീട് എക്സ്പീരിയൻസിന് വേണ്ടി വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നീടാണ് നല്ല സാലറിയിലേക്ക് എത്തുന്നത്. ഇവിടെ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാൻ, മറ്റുള്ള മേഖലയിൽ പഠിക്കുന്നതിന്റെ അത്രയൊന്നും വേണ്ട. അപ്പൊ ആദ്യം ഇവിടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന മേഖലയാണ്. പക്ഷെ പഠിക്കാനും ആ പഠിച്ച് അതിന് ആക്ഷൻ എടുക്കാനും, പ്രോപ്പർ വേയിൽ ആക്ഷൻ എടുക്കാനും തയ്യാറല്ലാത്തത് കൊണ്ടാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വരാത്തത്. ഓക്കെ, പക്ഷെ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിൽ 1,500-ലധികം കോടീശ്വരന്മാരുണ്ട്. കറന്റ് സിറ്റുവേഷനിൽ 1,500-ലധികം കോടീശ്വരന്മാരുടെ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എസ്പെഷ്യലി കേരളത്തിൽ മാത്രമാണ് ഇന്ന് കുറവ്, മറ്റുള്ള സ്റ്റേറ്റുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോ ഐ ഡോണ്ട് ഹാവ് മണിക്ക് ഉത്തരം കിട്ടിയില്ലേ? ഐ ഡോണ്ട് ഹാവ് മണിക്ക് ഉത്തരം കിട്ടിയോ? ഐ കാണ്ട് അറേഞ്ച് മണിക്ക് ഉത്തരം കിട്ടിയോ? ഈ ഉത്തരം കിട്ടിയത് മാത്രം പോരാ, ഇത് ആ സ്പോട്ടില് നമ്മുടെ വായിൽ വരണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ. കാരണം ആയിരക്കണക്കിന് ആളുകളിൽ പ്രയോഗിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എപ്പോ വേണമെങ്കിലും എന്റെ നാളിൽ ഈ സാധനം വരുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? ഒരുപാട് പ്ലാനുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് പ്ലാനുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് കൂടും. ഇനി അടുത്ത ചോദ്യം, ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയമില്ല. ഈ ചോദ്യവും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവരിലേക്ക് കൊടുക്കേണ്ട ഒരു ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുഴപ്പമില്ല, സമയമുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ കയ്യിലില്ലേ, അവരെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, സമയമില്ലാത്ത നിങ്ങൾ സമയമുള്ള ഒരു ഷബീബിനെയും സമയമുള്ള ഒരു സക്കീർ ഭായിയെയും ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇത് അവിടെ നമുക്ക് പിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഐ ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ടൈമിലേക്ക് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആൻസർ അതാണ്. ക്ലിയർ ആണ്? നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് മണിക്ക് ഞാൻ ഉത്തരം തന്നു. ഐ കാൻഡ് അറേഞ്ച് മണിക്ക് ഉത്തരം തന്നു. ഐ ഡോണ്ട് ഹാവ് ടൈം അതിന് ഉത്തരം തന്നു. യെസ്, താങ്ക് യു. ഈ ഉത്തരം കൺവിൻസിങ് ആണെന്ന്, അതായത് നമുക്ക് കൺവിൻസിങ് ആണോ നോക്കിയാൽ മതി. അതായത് മറ്റൊരാൾക്ക് കൺവിൻസിങ് ആവുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഒരുപാട് ചിന്തിക്കണ്ട. നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ലോകത്തുള്ള 90% ആളുകളും കൺവിൻസ്ഡ് ആണ്. എല്ലാവരും ഒന്നും ബിസിനസ്സിലേക്ക് വരുന്നു. ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പോയി പ്ലാൻ പറയുന്ന എല്ലാവരും വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് തേങ്ങ ഇടാൻ ആളെ കിട്ടൂല, നമുക്ക് ഓട്ടോ ഡ്രൈവർ ആയിട്ട് ആളെ കിട്ടൂല, നമുക്ക് ഫ്രൂട്ട് വിൽക്കാൻ ആളെ കിട്ടൂല. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയിലും ബിസിനസ് വേണം. നമുക്കുള്ള ആളുകൾ ഗ്യാരണ്ടി ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകളെ തേടി വരും. നമ്മളൊരു പൂന്തോട്ടമായാൽ ആ പൂന്തോട്ടത്തിലേക്ക് പൂമ്പാറ്റ വരുന്ന പോലെ ആളുകൾ വരും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യാന്നുള്ളതാണ്, പഠിച്ച് പോവാന്നുള്ളത്. ഓക്കെ, അപ്പോ ഐ ഡോണ്ട് ഹാവ് ടൈമിലേക്ക് നമുക്ക് ഉത്തരം കിട്ടി. എനിക്ക് കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടീം, എനിക്ക് എന്തില്ല, പുതിയ ആളുകളില്ല. ഞാൻ പറഞ്ഞ ആളുകൾ ഒക്കെ എന്റെ ലിസ്റ്റ് കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാം. ഓക്കെ, ഉണ്ടാവാം. ഇന്ന് അവരിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഒരു 20 കൊല്ലം മുന്നുള്ള സാഹചര്യങ്ങളിൽ നിന്ന് 20 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നു? എന്റെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസിൽ 15 വർഷം മുമ്പ് 2007 അന്ന് ഇതേപോലെ സൂം എടുക്കാനൊന്നും പറ്റൂല. അന്ന് എന്റെ കയ്യിൽ ഫോണില്ല. 2007 എന്റെ ലാൻഡ് ഫോണിലോ അല്ലെങ്കിൽ അമ്മാവിന്റെ ഫോണിലൊക്കെ കോള് വരും, അല്ലെങ്കിൽ വീട്ടിലൊരു ഫോൺ ഉണ്ടാവും. ഓക്കെ, ഇതായിരുന്നു സിറ്റുവേഷൻ. ആ സമയത്ത് നമ്മൾ ഒരാളെ ഒരു അപരിചിതനെ മുട്ടാൻ വേണ്ടി എളുപ്പം. കാരണം ആരുടെ കയ്യിൽ എന്തില്ല. ഇനിയിപ്പോ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും അതിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ പാമ്പ് എര മുണങ്ങണ പാമ്പ് എര വീഴുമല്ലോ, ആ ഒരു ഗെയിം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വല്ലാണ്ട് ആരെയൊന്നും വല്ലാണ്ട് കളിക്കില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. അന്ന് നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ണുകൾ ഉടക്കിയിട്ട് ഹായ് എന്ന് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ലീഡ്സ് എടുക്കാൻ പറ്റും. പക്ഷെ ഇന്ന് സാഹചര്യം മാറി. ഇന്ന് ആളുകളുടെ കണ്ണുടക്കൽ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും മൊബൈലിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോ ആളുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് എൻഗേജ്ഡ്, അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്നത്തെ സാഹചര്യം യൂസ് ചെയ്താൽ മതി. സോ ഇന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം ഒന്ന് സോഷ്യൽ മീഡിയയാണ്. ഈ സോഷ്യൽ മീഡിയക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് നമുക്ക് രാവിലത്തെ NTM ഒരു ദിവസം വരുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ ഒന്ന്. അപ്പൊ ആളുകളില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു കടലാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പാർട്ട് ടൈം ജോബ് എന്ന പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നേരെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ പറ്റും. രണ്ട്, ഈ പാർട്ട് ടൈം ജോബ് എന്നുള്ള ബോർഡ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ചില ബസ് സ്റ്റാൻഡുകളിൽ അല്ലെങ്കിൽ കോളേജിന്റെ പരിസരത്തൊക്കെ പോയിട്ട് അവിടുന്ന് ഒരുപാട് ലീഡ്സ് കിട്ടും. ആ ലീഡ്സ് ഒരു ദിവസം നമ്മൾ കുത്തിയിരുന്നിട്ട് വിളിച്ച്, അല്ലെങ്കിൽ കുത്തിയിരുന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മീറ്റിംഗ് ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടോ അവരെന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പൊ ലീഡ്സ് കിട്ടാൻ ഇന്ന് മാർക്കറ്റിൽ ഒരു പണിയില്ല, നമ്മൾ തയ്യാറായാൽ മതി. മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ ലീഡ്സും വരില്ല, ഒന്നും വരാൻ പോകുന്നില്ല. നമ്മൾ തയ്യാറാണെങ്കിൽ എല്ലാം നമ്മളിലേക്ക് വരും. അപ്പൊ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്താ, സോഷ്യൽ മീഡിയ. സോ ഐ ഡോണ്ട് ഹാവ് ടീം. എനിക്ക് ടീമില്ല, നാട്ടിൽ ആരോടും പറയാൻ പറ്റില്ല, നോ പ്രോബ്ലം. ചിലപ്പോൾ മുൻകാല എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ആ സമയത്ത് മാക്സിമം എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ആ സോഷ്യൽ മീഡിയ വഴി ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് വരും. ഓക്കെ, ഇനി അപ്പൊ ടീം ഇല്ലാത്തവർക്ക് എന്തായി, സോഷ്യൽ മീഡിയ വഴിയോ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ടോ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി അപരിചിതരെ കണ്ടു കഴിഞ്ഞാലും, അതായത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കേഴ്സ് എപ്പോഴും പുതിയ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കോണ്ടാക്ട് പെട്ടെന്ന് എടുക്കും. ഇപ്പൊ ബസ്സിൽ പോകണമെങ്കിൽ ട്രെയിനിൽ പോകണമെങ്കിൽ അപ്പൊ ജോയിൻ ചെയ്യും. പക്ഷെ ഒട്ടുമിക്ക ആളുകളും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വിടും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പണിയും കൂടി നമ്മൾ എടുത്താൽ മാത്രമേ അവിടെ സക്സസ്ഫുൾ റേഷ്യോ വരുള്ളൂ. Then I don't have skill to present, അല്ലെ? എനിക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ അറിയില്ല. അപ്പോ നമുക്ക് എന്തുണ്ടാവും, ഒരു സ്പോൺസർ ഉണ്ടാവും. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പോൺസർ യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്പോൺസർ എന്തിനുള്ള, ഈ സ്പോൺസർക്കും പ്ലാൻ അറിയില്ല, സ്പോൺസർ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇങ്ങനെ ആരെങ്കിലും പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അവരുടെ കൂടെ പോയി പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ പ്രസന്റേഷൻ പഠിച്ചത് അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേരുടെ കൂടെ പോയി അവരെങ്ങനെ ആളുകളെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ ഒബ്ജെക്ഷൻസ് കട്ട് ചെയ്യുന്നു, ഇത് പഠിച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ മാസ്റ്റർ ആയത്. മാസ്റ്റർ ആവണമെങ്കിൽ മിനിമം ഒരു 10-250 പേർക്കെങ്കിലും പ്ലാൻ കൊടുക്കണം. അപ്പൊ നമ്മൾ മാസ്റ്റർ ആവും. അപ്പൊ ഒന്ന്, എന്ത് ചെയ്യാം, സ്പോൺസറെ കൂട്ടി പോവാം. രണ്ട്, BOP സെന്ററുകളിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. BOP സെന്ററുകളിലേക്ക്, മീറ്റിംഗ് ഹാളുകളിലേക്ക്, ഇപ്പൊ ഹോം മീറ്റിംഗോ BOP സെന്ററുകളിലോ മീറ്റിംഗ് ഹാളിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. അടുത്തത് FOB. എവറി ഡേ, ആഴ്ചയിൽ ഒരു 3 ദിവസം നമുക്ക് എന്തുണ്ട്, ഇന്ന് സൂം മീറ്റിംഗ് ഉണ്ട്. ഇതിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ആളുകൾ ഇൻവൈറ്റ് ചെയ്താലും അവിടെ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ രീതിയുണ്ട്, ഫിസിക്കൽ മീറ്റിംഗ്സ് ഉണ്ട്, ഡിജിറ്റൽ മീറ്റിംഗ്സ് ഉണ്ട്. ഇതിനെ പറയുന്നത് 1-to-1 മീറ്റിംഗ്. 1-to-1 മീറ്റിംഗ്, നേരിട്ട് കാണുന്ന മീറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരും.
നിങ്ങളെപ്പോലെ സംസാരിക്കാൻ അറിയില്ല. അതാരാ? ചെന്താമര സാർ അല്ലെ? ചെന്താമര സാറ് നിങ്ങളെപ്പോലെ സംസാരിക്കാൻ അറിയില്ല. ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മള് എപ്പോ ഒരു ചോദ്യം കിട്ടുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്. ഗുഡ് ക്വസ്റ്റ്യൻ. ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് സൈക്കോളജി ആട്ടോ, ഇത് വേറെ ഒന്നുമല്ല, സൈക്കോളജി. ഇപ്പൊ ചെന്താമര സാർ പറഞ്ഞു ആ ഒരു ചോദ്യത്തിന് സാർ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ചെന്താമര സാറിന്റെ ഉള്ളിൽ ഒരു സന്തോഷം, ചെറുതാണെങ്കിൽ ഒരു സന്തോഷം വന്നെങ്കിൽ ചെന്താമര സാർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. നോ ഇഷ്യൂ. ചെന്താമര സാറിന് മെസ്സേജ് വരില്ലേ? ഞാൻ പറയുന്നവർക്ക് താല്പര്യമില്ല മാഡത്തിന്റെ ഞാൻ ഉത്തരം തരാം. ചെന്താമര സാർ പോയോ? യെസ്, സന്തോഷമുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് ഈ ബിസിനസ് അല്ല, സെയിൽസ് ശരിക്കും സൈക്കോളജി നമ്മൾ പഠിക്കും. സൈക്കോളജിക്ക് ട്രെയിനിങ്ങിനൊന്നും പോണ്ട. നമ്മൾ അറിയാണ്ട് സെയിൽസ് ഒരുപാട് എടുക്കുന്ന സമയത്ത്, ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സാധനം പഠിക്കും. ഓക്കെ. അപ്പൊ അവിടെ എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് എന്ത്? ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഗുഡ് ആണെങ്കിലേ പറയാൻ പാടുള്ളൂ കേട്ടോ. ചിലപ്പോ അങ്ങനെ വെരി ബാഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ ഗുഡ് ക്വസ്റ്റ്യൻ പറയാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യാ? സംസാരിക്കാൻ നിങ്ങളെപ്പോലെ സംസാരിക്കാൻ അറിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ ബിസിനസ്സിൽ അവർക്ക് കൊടുക്കേണ്ട ആൻസർ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തും ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തും ഞാൻ എന്റെ ലീഡേഴ്സിനെ ഫോളോ ചെയ്തും പഠിച്ചതിന്റെ തൽഫലമായിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കുന്നത്. അത് പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ ആരും ജനിച്ച പാടെ ട്രെയിനേഴ്സ് ആയിട്ട് ആരും വരുന്നില്ല. ജനന സമയത്ത് സംസാരിക്കാൻ തന്നെ സമയം എടുത്തിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ സെയിം ലൈക്ക് ഇതും ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ പഠിച്ച ഒരു കലയാണ്. റൈറ്റ് ഓർ നോട്ട്? കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ സംസാരിക്കാൻ നിങ്ങളെയും നാളെ ഞങ്ങൾ പ്രാപ്തരാക്കും. നിങ്ങൾ റെഡിയാണെങ്കിൽ നാളെ എന്നെക്കാളും നന്നായി സംസാരിക്കാൻ നമുക്ക് ട്രെയിനിങ്സ് ഉണ്ട്. ഇനി അവിടെ വേറെ സാധനം കൂടി യൂസ് ചെയ്യാം. എന്നെക്കാളും നന്നായി ട്രെയിൻ ചെയ്യുന്ന എന്റെ ടീമിലെ പുതിയ മെമ്പേഴ്സ് ഉണ്ട് എന്നും നമുക്ക് അവിടെ പറയാം. ഓക്കെ. ലീഡറെ കോപ്പി അടിച്ചു. ഗ്രേറ്റ്. ഞാൻ പറയുന്നവർക്ക് താല്പര്യമില്ല. ആരെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം. ഞാൻ പറയുന്നവർക്ക് താല്പര്യമില്ല. ഓക്കെ, നല്ല ചോദ്യം മാഡം. ഗുഡ് ക്വസ്റ്റ്യൻ. മാഡത്തിന് ഇപ്പൊ ചെറുതായിട്ടൊരു സന്തോഷം വന്നിട്ടുണ്ടാവും. ഇത് വെറുതെ അല്ലതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ. അതായത് ബ്രെയിനിൽ ഒരു സാധനം അങ്ങോട്ട് ഫീഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പൊ ആദ്യം ഏതൊരു സാധനം എന്ത് ചെയ്യണം? അറിഞ്ഞുകൊണ്ട് ആക്ഷൻ ഇടണം, അറിഞ്ഞുകൊണ്ട് അത് പഠിക്കണം. പിന്നീട് ഓട്ടോമാറ്റിക്കലി വന്നോളും. സെയിം ലൈക്ക് ഡ്രൈവിംഗ്, ക്ലച്ച് മാറ്റുന്നതും ഗിയർ ഇടുന്നതും ഒക്കെ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയ പോലെ ഇത് നമ്മൾ പലതവണ ഫീഡ് ചെയ്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സാധനമൊക്കെ വന്നോളും. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് അച്ചീവേഴ്സ് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, അവരെടുത്ത എല്ലാ ഡാറ്റാസും അവിടെ റെഡിയാണ്. ആ ഡാറ്റയ്ക്ക് അനുസരിച്ച് എന്ത് ചോദ്യത്തിന് ഉത്തരം എന്തുണ്ട്, അവിടുന്ന് എന്ത് വരുന്നോ ആൻസർ ഇവിടുന്ന് പോകുന്നുണ്ട്. റീസൺ എന്താ? ഡാറ്റ അവിടെ റെഡിയാണ്. അത് എക്സ്പീരിയൻസ് ഒന്നും കിട്ടും, നോളജ് എടുത്തൊന്നും കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നവർക്ക് താല്പര്യമില്ല. ഈ ഞാൻ പറയുന്നവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എത്ര പേരോട് മാഡം പറഞ്ഞു എന്നുള്ള ചോദ്യം ഞാൻ പേഴ്സണലി ചോദിക്കാൻ. ഓക്കെ. ഒരു 10 പേരോട് പറഞ്ഞിട്ടും അവർക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മൾ പറഞ്ഞ രീതി തെറ്റാണ്. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ പറഞ്ഞ രീതിക്കുള്ള പ്രശ്നമാണ്. സോ മറ്റുള്ളവർക്ക് ഇവിടെ ബിസിനസ് ഉണ്ട്, നമുക്ക് ബിസിനസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബിസിനസിന്റെ പ്രശ്നമല്ല,
നമ്മുടെ പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യാം, നമ്മുടെ ലീഡേഴ്സിനെ വെച്ചോ ലീഡേഴ്സിനെ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ POP സെന്ററുകളിലേക്കോ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ലീഡേഴ്സിനെ കണക്ട് ചെയ്യിപ്പിക്കാം. പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ലീഡേഴ്സിനെ കണക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഇന്ന് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും വരും. അപ്പൊ പ്രസന്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ബിസിനസ് വരാൻ പോണില്ല. ഓക്കെ, അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. സർ ഇടയ്ക്ക് ഇതുപോലെ സൂമിൽ ചർച്ച ചെയ്യുന്നത് നല്ല കോൺഫിഡൻസ് കിട്ടും. ഓ ഡെഫിനറ്റ്ലി, നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ റെഡിയാണ്, അത്രേ ഉള്ളൂ. ഇതുപോലെ കുറെ ജോയിൻ ചെയ്തതാ, ഇനി ഇതിന് ഇല്ല. ഓക്കെ, ഇതുപോലെ കുറെ ജോയിൻ ചെയ്തതാ, ഇനി ഇതിനില്ല. പിന്നെ അവിടെ ലീഡേഴ്സിന് മാത്രമേ ക്യാഷ് കിട്ടുകയുള്ളൂ. സൂപ്പർ ചോദ്യമാണത്. ലീഡേഴ്സിന് മാത്രമേ ക്യാഷ് കിട്ടൂ. ഇതുപോലെ കുറെ ജോയിൻ ചെയ്തതാ, ഇനി ഇതിനില്ല. ജോയിൻ ചെയ്തതാണ്, ഇനി ഇതിനില്ല. ഇതിന് ഈ ഒരു ചോദ്യത്തിന്, ഇതുപോലെ കുറെ ജോയിൻ ചെയ്തതാണ് ഇനി ഇതിനില്ല എന്നുള്ള ചോദ്യത്തിന് ആൻസർ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്തുകൊണ്ടാണ്, വൈ ദിസ് ക്വസ്റ്റ്യൻ, ഈ ചോദ്യം ചോദിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ റീസൺ എന്താണ്. അപ്പൊ അവരുടെ ഉള്ളിൽ നിന്ന് ഒരു ഡാറ്റ വരും, പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. അത് ഏതെങ്കിലും മണി റൊട്ടേഷൻ കമ്പനികളിൽ ചിലപ്പോ കാശ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവാം. ഓക്കെ, ചിലപ്പോ അങ്ങനെയാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്, ഇത് ഗവൺമെന്റ് ഇവിടെ ബാൻ ചെയ്തതാണ്, അത് മണി ചെയിനാണ്. പക്ഷെ ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ബിസിനസ് ആണ്, ഇത് കൺസ്യൂമർ അഫയേഴ്സിന്റെ ലിസ്റ്റിലുള്ളതാണ്, ഇത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന കമ്പനിയാണ്. അതേപോലെ യൂണിയൻ മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ലീഗലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ബ്രോഷർ കയ്യിലുണ്ടെങ്കിൽ, ഡിജിറ്റലോ ഫിസിക്കലോ ആയിട്ടുള്ള ബ്രോഷർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊന്നും മറ്റാർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. മണി ചെയിൻ കമ്പനികൾക്ക് ഒരിക്കലും ഒരു യൂണിയൻ മെമ്പർഷിപ്പിൽ അംഗത്വം കിട്ടാൻ പോകുന്നില്ല, ഗിഫ്റ്റിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ലീഡേഴ്സിന് മാത്രമേ കാശ് കിട്ടൂ. ഒരു ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ അത്യാവശ്യം നോളജും അത്യാവശ്യം സ്കില്ലും അതേപോലെ അത്യാവശ്യം എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഒരാളും ലീഡർ ആവാൻ പോണില്ല. ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഈ മീറ്റിംഗ് കാണുന്നവരിൽ ആരെങ്കിലും ജനനം കൊണ്ട് ലീഡർ ആവുന്നവരാരെങ്കിലും ഉണ്ടോ? ജനിച്ചപ്പോഴേ ലീഡർ ആയാലും ഞാനില്ല. ജനിച്ചപ്പോഴേ ആരും ലീഡർ ആവുന്നില്ല. അപ്പൊ എങ്ങനെ ലീഡർ ഉണ്ടായത്? ആ ലീഡർ ആവാൻ വേണ്ടി ഇവിടെ അറിവ് ലേൺ ചെയ്യാനും സ്കിൽ അക്വയർ ചെയ്യാനും ഒരുപാട് എഫേർട്ട് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലീഡർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളും ലീഡർ ആയാൽ മതി. നമ്മളും ലീഡർ ആയാൽ നമുക്കും ഇൻകം ഉണ്ടാവും. ഇത്രയുള്ളതിന്റെ ആൻസർ. ആളുകൾക്ക് പണിയെടുക്കാൻ വയ്യ. പൊതുവെ പുതിയ ഒരുപാട് ക്ലയൻസിന്റെ അല്ലെങ്കിൽ ഒരുപാട് പ്രോസ്പെക്റ്റിന്റെ പ്രശ്നമാണ്. നമുക്ക് പണിയെടുക്കാനൊന്നും വയ്യ, ഓർക്കെല്ലാം കിട്ടുന്നു. എസ്പെഷ്യലി മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ അസൂയ തോന്നുന്ന ഭൂരിഭാഗം ചില ആളുകളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അവർക്ക് ഏതായാലും പണിയെടുക്കാൻ വയ്യ, അവർക്ക് ഏതായാലും വർക്ക് ചെയ്യാൻ വയ്യ. പക്ഷെ ഒട്ടുമിക്ക ഒബ്ജക്ഷൻ പറയുന്ന ആളുകളും ബിസിനസ്സിൽ 90% ആളുകളും സജീവമായി ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ്. ഒബ്ജക്ഷൻ ചോദിക്കുന്ന ആളുകൾ ബിസിനസ്സിൽ 90% ആളുകൾ സജീവമാവും, 10% മിസ്സാവുള്ളൂ. പക്ഷെ അതേസമയം ഒരു ഒബ്ജക്ഷനും ചോദിക്കാത്ത ആളുകളിൽ 90% ബിസിനസ്സിൽ വരാൻ പോകുന്നില്ല, 10% ബിസിനസ്സിൽ വരാൻ സാധ്യതയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കൊഞ്ചം തമിഴ് സാർ, ഓക്കെ. നാളേക്ക്
നാളേക്ക് വേണമെന്ന തമിഴിലെ സ്പെഷ്യൽ പ്രോഗ്രാം വെക്കണം. നോ വറീസ്, ഐ ആം റെഡി. എല്ലാം ഉടായിപ്പാണ്, നയിച്ചു തിന്നാൻ നോക്ക് എന്ന് പറയും. സത്യം. ആരത്? ക്രിപ്റ്റോ തിരൂർ. അടിപൊളി ചോദ്യം. ലോകത്തിലെ എല്ലാവരും ജോയിൻ ചെയ്താൽ അവസാനം വരുന്ന ആളുകൾ എന്ത് ചെയ്യും? അത് നല്ല ചോദ്യമാണ്, സൂപ്പർ ചോദ്യമാണ്. നമ്മൾ വർക്ക് ചെയ്ത് നല്ല ടീം ഉണ്ടാക്കും, അന്നേരം അടുത്ത കമ്പനി വരും, എല്ലാവരും അങ്ങോട്ട് പോകും, ഇവിടെ ബിസിനസ് സ്ലോ ആകും, കമ്പനി സ്റ്റോപ്പ് ആകും. ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടിപൊളി ചോദ്യങ്ങൾ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ വർക്ക് ചെയ്ത് നല്ല ടീം ഉണ്ടാക്കും, അന്നേരം അടുത്ത കമ്പനി വരും, എല്ലാവരും അങ്ങോട്ട് പോകും. ഇത് എല്ലാ കമ്പനികളിലും ഇല്ല. എല്ലാ കമ്പനികളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ നോർമലി ഒരു ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച എന്നുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സർവ്വസാധാരണമാണ്. അവിടെ നമ്മൾ ഒരു വിഷൻ ഉള്ള അല്ലെങ്കിൽ ഗോൾ ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പേടി ഉണ്ടാവില്ല. അതായത് നമ്മുടെ ടീം ഇനി അപ്പുറത്ത് പോകുന്നുണ്ടല്ലോ എന്നുള്ള ഭയം അവർക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് എന്തുണ്ട്? വിഷൻ ഉണ്ട്, ഗോൾ ഉണ്ട്. ഈ വിഷനും ഗോളുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും, ശരിക്കും പക്ഷികളെ കൊണ്ട് പറയും പോലെ, പക്ഷികള് പറന്നിട്ട് ഏതെങ്കിലും പൊട്ടാനായ ചില്ലയിൽ പോയി ഇരുന്നാലും അതിനൊരിക്കലും ഒരു ഭയം ഉണ്ടാകാൻ പോകുന്നില്ല. ബിക്കോസ് അതിന് ആ ചിറകിലാണ്, അതിന്റെ ചിറകുകളിലാണ് എന്തുള്ളത്? കോൺഫിഡന്റ് ഉള്ളത്. ഒരിക്കലും ആ ഇരുന്ന കൊമ്പിലല്ല. ഈ കൊമ്പില് കോൺഫിഡന്റ് ഉള്ള ആളുകൾക്കാണ് എന്ത്? രണ്ടാള് പോയി കഴിഞ്ഞാൽ ഭയം ഉള്ളുന്ന് വരില്ല. പക്ഷെ അതേസമയം ചിറകിന് ഉറപ്പുണ്ടെങ്കിൽ, അതായത് സ്കില്ലുണ്ടെങ്കിൽ, മുന്നോട്ട് കയറി ഈ വിഷൻ ഞാൻ 100% എത്തും എന്നുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടി ഒരാൾ ഓടിയാൽ ആ ഓട്ടത്തില് ഓട്ടോമാറ്റിക്കലി ബാക്കി പോയ ആളുകൾ ഇങ്ങോട്ട് വന്നോളൂ. ഇത് വെറുതെ പറയുന്നതല്ല, എക്സ്പീരിയൻസ് എന്ന് പറയാം. ഓക്കെ, ഇതിനു മുമ്പും നമ്മൾ ചെയ്ത സമയത്ത്, നമ്മൾ ഇന്ന് ചെയ്യുന്ന സമയത്ത് കിണർ കുഴിക്കുകയാണെങ്കിൽ ആ കിണറിൽ വെള്ളം കാണുന്നവരെ, വെള്ളം കിട്ടുന്നിടത്തെ കുഴിക്കൂ ഒന്ന്. ഓക്കെ, കുഴിക്കുന്ന സമയത്ത് അറ്റം കണ്ട് വെള്ളം കണ്ടത് മാത്രമല്ല, ഈ വെള്ളം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് വേറെ എന്തും ചിന്തിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഒറ്റ ഫോക്കസ്. കുതിരനെ കൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാണ്ട് നമ്മുടെ ഫോക്കസ്, കുതിര ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമ്മള് ഒരു ഫിലിംസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മത്സരത്തിന് ഇറങ്ങുന്ന കുതിരയുടെ ഫേസ് നോക്കിയാൽ അതിന്റെ കണ്ണ് സ്ട്രെയിറ്റ് ആയിരിക്കും, അതിന്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കണ്ണ് പോകാനുള്ള സാധനം കിട്ടൂല. ഇതേപോലെ ആയിരിക്കണം നെറ്റ്വർക്ക്. നമ്മൾ ലക്ഷ്യം വെച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ആര് എന്ത് കോപ്രായം കാണിച്ചാലും ശരി, ഞാൻ അങ്ങോട്ട് തന്നെ സഞ്ചരിക്കും എന്ന തീരുമാനത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകണം, ഇവരിങ്ങോട്ട് പോകണം, ഇത് ഡസിംഗ് മാറ്റർ. നമ്മൾ അവിടെ എത്തുകയില്ല എന്നുള്ളത് അത് നമ്മുടെ കയ്യിലാണ്. ഓക്കെ, ഇതേ ഉള്ളൂ അതിനുള്ള ആൻസർ. അപ്പൊ ഇവിടെ ബിസിനസ് സ്പീഡാക്കാനുള്ള പണി നമ്മൾ എടുക്കാം. ഓക്കെ, കാരണം ഈ ഇൻഡസ്ട്രിയിൽ സർവ്വസാധാരണമാണ്. പുതിയ ആളുകൾക്ക് ഇത് പുതിയ എക്സ്പീരിയൻസ് ആവും എന്നേ ഉള്ളൂ. ലോകത്തിലെ എല്ലാവരും ജോയിൻ ചെയ്താൽ അവസാനം വരുന്ന ആളുകൾ എന്ത് ചെയ്യും? ഓക്കെ, ഇത് കോമൺ ആയിട്ട് എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയോടും ചോദിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം നിൽക്കണം. എന്ത്? പ്രൊഡക്ഷൻ നിൽക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നല്ല, ഇപ്പോ ലോക നമ്പർ 1 ആയി നിൽക്കുകയാണ്. ഓരോ വർഷവും മരണത്തിനേക്കാളും ഒരുപാട് ദൂരം ജനനം ഉള്ള ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും എവറി ഇയർ ഒരുപാട് 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും പ്രൊഡക്ഷൻ നിൽക്കാത്തോടത്തോളം കാലം ഇവിടെ ബിസിനസ് നിൽക്കാൻ പോകുന്നില്ല. ഇനി ഇൻ കേസ് അങ്ങനെ തന്നെ സംഭവിച്ചു, പ്രൊഡക്ഷൻ സ്റ്റോപ്പായി, നോ ഇഷ്യൂ. ലാസ്റ്റ് വരുന്ന ആളുകൾക്കും ഓക്സിജൻ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ റെഡീം വൗച്ചർ വഴി പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ഒരു വരുമാന മാർഗം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ചെലവിനെ വരുമാന മാർഗമാക്കാൻ പറ്റും. ഇത് വേറെ എവിടെയും പറ്റൂല. അതേപോലെ ഹെൽത്ത് സേഫ് ആക്കാൻ പറ്റും. ലാസ്റ്റ് വരുന്ന ആൾക്കും ഇവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്.
എല്ലാം ഉടായിപ്പാണ്. നയിച്ചു തിന്നാൻ നോക്കുക എന്ന്. സത്യം, ഞാൻ ഇടുന്ന ചില യൂട്യൂബ് വീഡിയോസിൽ എനിക്ക് കമന്റ് വരാറുണ്ട്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. കാരണം ഒരു പണി എടുക്കാത്ത ആളുകളാണ് എന്ത് ചെയ്യുക, ഈ ജാതി മെസ്സേജ് അടിക്കുക. ഓക്കെ, അതായത് പണ്ടൊക്കെ ചെകുത്താൻ അല്ലെങ്കിൽ സെയ്ത്താൻ എന്ന് പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന സാധനം പണ്ടൊക്കെ വന്നിരുന്നത് നമുക്ക് വേറെ രീതിയിലാണ്. ഓക്കെ, ഫിസിക്കലി വന്നിട്ടുണ്ടാവും. ഇന്ന് ഡിജിറ്റലി ആണ് ചെകുത്താൻ വരുന്നത്. നമ്മുടെ ഫോക്കസിനെ തെറ്റിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വിജയത്തിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള സാധനങ്ങൾ കിട്ടിയത്. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും അവനെ പോലെ വല്ല കൂലിപ്പണിക്കും അല്ലെങ്കിൽ ഒരു പണിക്കും പോകാണ്ട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അവരെടുക്കുന്നത്. എല്ലാം ഉഡായിപ്പാണെന്നുള്ളത്. ഈ ബിസിനസിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കണം, ഇവിടെ ഉഡായിപ്പാണോ അത് കഷ്ടപ്പെട്ടിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത്. ഈ ബിസിനസ് നിന്ന് കാശ് ഉണ്ടാക്കിയവർക്കാരെ 24/7 എന്ന് പറയുന്ന പോലെ മൈൻഡ് കൊടുത്താലാണ് ഇവിടെ ബിസിനസ്സിൽ ഹൈ ലെവൽ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ദെൻ പഴയ വിത്ത് പഴയ വീഞ്ഞ് പുതിയ കുപ്പി. നിന്നെ പോലുള്ളവർ ഈ ഉടായ്പ പരിപാടി ചെയ്യുന്നത് മോശമല്ലേ? അറിവില്ലായ്മയാണ് സുഹൃത്തുക്കളെ. അഷ്കർ യൂണിവേഴ്സ് അടിച്ചാണ്. ഇതൊക്കെ ഒരു അറിവില്ലായ്മയുടെ ഭാഗമാണ്. അറിവില്ലായ്മ ഒരിക്കലും ഒരു തെറ്റല്ല. നമുക്ക് ഈ ബിസിനസിനെ പറ്റി അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റാരും പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് നമ്മൾ എന്തിനേയും കാണുന്നത്. അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ശരി, നമ്മുടെ ഉള്ളിൽ ഒരു ഡാറ്റ എന്താണോ ആ ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ എല്ലാത്തിനെയും കാണും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം ചിലർക്ക് ശരി, ചിലർക്ക് തെറ്റാണ്. അല്ലെ? ചിലർക്ക് ശരി എന്താണ്, ചിലർക്ക് തെറ്റാണ്. അത് എന്തുകൊണ്ടാണ്? ഡാറ്റയ്ക്ക് അനുസരിച്ച്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ആണ്, ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ അച്ചീവേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഇതിനെ അനുകൂലിച്ചതാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. ഞാൻ കാണലുണ്ട് യൂട്യൂബ്. താങ്ക് യു. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഈ വർഷം ആണ് ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ. സക്കീർ ഭായ്, അറിവില്ലായ്മ കറക്റ്റ്. അറിവില്ലായ്മ ഒരു തെറ്റല്ല. അപ്പൊ ഏകദേശം നമ്മുടെ ഒബ്ജെക്ഷൻസ് ഏകദേശം ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ഉള്ളത് എന്നുള്ളത് ഈസി ചീറ്റിംഗ് നോക്കിട്ടോ. ചിലർ ചോദിക്കുന്നത് പറ്റിക്കുന്ന പരിപാടിയാണോ എന്ന് ചോദിക്കും. പറ്റിക്കുന്ന പരിപാടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊഡക്റ്റ് ആണ് സെല്ല് ചെയ്യുന്നത്, ഓക്കെ, എന്നുള്ളത് നമ്മൾ കൊടുത്താൽ മതി. പ്രൊഡക്റ്റ് സെല്ലിങ്ങും മണി ചെയിനും തമ്മിലുള്ള മാറ്റം നമ്മൾ ആദ്യം പറഞ്ഞാൽ മതി. ദെൻ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ജസ്റ്റും കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, പ്ലസ് ഇതിൽ കൂടി വരുമാനം ലഭിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാരിറ്റി പോലെ ആയി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ വരുന്നതാണ് ഈസി മെഡിസിൻ എന്നുള്ള ചോദ്യം ചോദിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് മെഡിസിൻ ആണോ? ഒരിക്കലും മെഡിസിൻ അല്ല, അതൊരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ്. ഓക്കെ, സപ്ലിമെന്റ് ആണെന്ന് നമ്മൾ പറയാൻ പാടും. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആണ്. ദെൻ ഹൗ ക്യാൻ ഹി ബിക്കം എ റീറ്റെയിൽ സെല്ലർ? എങ്ങനെ നമുക്ക് ഇതിലൂടെ റീറ്റെയിൽ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ടു വെൽനെസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്. 1650 രൂപയ്ക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. ഈ 2 പ്രൊഡക്റ്റ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും 1240 രൂപ MRP വെച്ചിട്ട് 2 പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 800 രൂപ 2 പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് 10,000 പാക്കേജിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇത് തന്നിട്ട് എന്തെങ്കിലും പറ്റിയാൽ നീ ഉത്തരവാദിയാവും? ഡെഫിനറ്റ്ലി. ഇത് ഇന്നലെ നമുക്ക് നോർത്ത് ഇന്ത്യ എന്നൊരു ചോദ്യം വന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. അത് റെസ്പോൺസിബിൾ, നമ്മുടെ കമ്പനി റെസ്പോൺസിബിൾ ആണ്, നമ്മുടെ മാനുഫാക്ചേഴ്സ് റെസ്പോൺസിബിൾ ആണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ 5 വർഷത്തോളമായിട്ട് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കാനും പോകുന്നില്ല. കാരണം സപ്ലിമെന്റ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിക്കണം. അസുഖമുള്ള ആളുകൾ ചോദിക്കണം. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഹെൽത്ത് അഡ്വൈസേഴ്സ് ഉണ്ട്, ഇവരോട് ചോദിച്ചിട്ട് വേണം ആ പ്രൊഡക്റ്റ് എടുക്കാൻ. അസുഖമുള്ള ആളുകൾ, അസുഖമില്ലാത്ത ആളുകൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമുക്ക് ന്യൂട്രീൻ കിറ്റിയോ മാസ്റ്റർ കിറ്റിയോ ഈ ട്യൂണോ എന്തും കഴിക്കാം. ആരോഗ്യവാനായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നോ ഇഷ്യൂ. അപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ബ്ലഡും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ കൂടി ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. ക്ലിയർ?
ഓക്കെ, അപ്പൊ ഈ ഭാഗം ഞാൻ ക്ലിയർ ആക്കട്ടെ. നിങ്ങൾക്ക് കുറെ ചെറുതെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം 1 മണിക്കൂർ ഇവിടെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് നല്ലത് കിട്ടിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി ഇല്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. എവിടെയാണ് നിങ്ങൾക്ക് കിട്ടാത്തത്, എന്താണ് കിട്ടാത്തത്, അത് പറയാം. യെസ്, സൂപ്പർ, താങ്ക് യു, സെയിം ടു യു. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇടയിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ സെഷൻസ്, ചില ആവശ്യമുള്ള സെഷൻസ് ചില സമയത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ദെൻ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇവിടെ അഷ്കർ സാർ കമന്റ് അടിച്ചിട്ടുണ്ട്. എന്ത്? സ്ക്രീൻ ഷെയർ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കാശ് കിട്ടുന്നുണ്ടോ? സ്ക്രീൻ ആയ സാറേ? സ്ക്രീൻ കാണണ്ട? ക്ലിയറാ? ഓക്കെ, ജസ്റ്റ് ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് എല്ലാം ഇപ്പൊ പുതിയ വെബ്സൈറ്റിൽ നമുക്ക് അടിപൊളി വെബ്സൈറ്റ് ആവാൻ പോവാണ്. ഭയങ്കര ചേഞ്ചോട് കൂടിയിട്ട് ഈ മാസം ലാസ്റ്റോട് കൂടി വൻ ചേഞ്ച് വരാൻ പോവാണ്. ഇവിടെ FD സ്റ്റാർട്ടപ്പിലേക്ക് വരാം. സ്റ്റാർട്ടപ്പില് ഇവിടെ ഇൻകം ഡീറ്റെയിൽസ്. ഓക്കെ, ഇൻകം ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വിടുകയാണ്. ടോട്ടൽ ഈ ഒരു ഐഡിയില് എന്റെ ഇൻകം 33,64,000. കറക്റ്റ്? ഒന്ന് നോട്ട് ചെയ്യട്ടോ, 3,64,000. നെക്സ്റ്റ്, ഇതിൽ തന്നെ പ്രീമിയം എന്ന് പറയുന്ന സെഗ്മെന്റ് നമുക്കറിയാം. പ്രീമിയം ക്ലബ്ബ്, സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, പ്രീമിയം ക്ലബ്ബ്, അതിൽ ഇൻകം ഡീറ്റെയിൽസ് നോക്കാം. 3,08,000. 3,08,000. അപ്പൊ എത്രയായി? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 6,00,000. ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, ഇനി ഇതിന്റെ ITB ഇവിടെ കാണുന്നു. അവിടെ 5,00,000 ITB ആണ് വരിക. ഇത് 6,72,000 അല്ലെ? 6,72,000 പ്ലസ് ITB 44,000 അല്ലെ? കിട്ടിയത് 44,000. ഇനി 2,00,000 അതിൽ ബാലൻസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 2,50,000 എലിജിബിലിറ്റി അവിടെ ഉണ്ട് അല്ലെ? 2.5 lakh എലിജിബിലിറ്റി. കിട്ടിയത് കൂട്ടാം നമുക്ക്, 44,000 കൂട്ടാം. ഇത് ആരെങ്കിലും അവിടെ എന്ത് ചെയ്യണമെന്നല്ലോ, ആരെങ്കിലും ഒക്കെ കാൽക്കുലേറ്റർ എടുത്തിട്ട് കൂട്ടണേ. ഇനി ഈ ഐഡികളില് ഞാൻ ജസ്റ്റ് ഒരു സാധനം കാണിച്ചു തരാം. എന്റെ റെഡീം ഞാൻ ജസ്റ്റ് പുലരി റെസ്റ്റോറന്റിൽ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത് അവിടുന്നാണ്. പുലരി റെസ്റ്റോറന്റിൽ നിന്ന് 808 രൂപക്ക് ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോ 32 രൂപ 40 പൈസ. അവിടെ 10% ആണ് നമുക്ക് തന്നിട്ടുള്ള മാർജിൻ. അതായത് അവിടെ 80.81 RP, അതായത് ഒരു RPക്ക് തൊട്ട് 81 രൂപ ജനറേറ്റ് ആയി. അതില് ആസ് എ കസ്റ്റമർ പർച്ചേസ് ചെയ്ത് എനിക്ക് 32 രൂപ 40 പൈസ തിരിച്ചു കയറി. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് ആളുകളിലേക്ക് വരുന്ന, അതായത് ഒരു 2-3 മാസം എന്തായാലും നമുക്ക് സമയമുണ്ട്. കാരണം ഒന്ന്, സോഫ്റ്റ്വെയർ റെഡിയാക്കി അടുത്ത മാസത്തിലേ വരുള്ളൂ. 2, ഷോപ്പ് ടൈപ്പുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കമ്പനി തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരണമെങ്കിൽ മാർച്ച് ആവണം.
അതും കൂടാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ മൊത്തം ഒന്ന് അടിച്ചു കുലിക്കാൻ പോകുന്നതിനും ഏകദേശം ആ ഒരു 2-3 മാസം നമുക്ക് സമയം വേണം. ഓക്കെ, ഇനി 1 കോടി കസ്റ്റമർ ആണ് ഈ വർഷത്തെ നമ്മുടെ ടാർഗറ്റ്. അങ്ങനെയാണെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനും ഇങ്ങനെ തിരിച്ചു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ, അവനവൻ പർച്ചേസ് ചെയ്യുന്ന, അവനവൻ പോയി റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്ന, അവനവൻ പോയി പലചരക്ക് വാങ്ങുന്ന, അവനവൻ പോയി ടെക്സ്റ്റൈൽ വാങ്ങുന്നിടത്തുനിന്ന് ഇങ്ങനെ ഇൻകം വരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം നമ്മൾ കീഴടക്കും. ഇന്ത്യ മഹാരാജ്യം. ഇത് ലൈവ് എക്സാമ്പിളാ, ലൈവ് എക്സാമ്പിൾ. ഈ റെഡീം വാലറ്റ് നോക്കിയേ, 80,000 ആണ് ഇവിടെ റെഡീം വാലറ്റിൽ കിടക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി അടുത്തൊരു ഐ ഡി, രണ്ടാമത്തെ ഐ ഡിയിലും കൂടി ജസ്റ്റ് 2 ഐ ഡി ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് 2 ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഇൻകം ഡീറ്റെയിൽസ് ഇത് എല്ലാവർക്കും ഇതേപോലൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് നോക്കാം. എത്ര? 3,08,400 അല്ലെ? 3,08,400. ഇനി ഇതിന്റെ പ്രീമിയം ഇതും കൂടി കഴിഞ്ഞാൽ 3,36,000. ITV ഒക്കെ ചിലവർ ചോദിക്കും ITV ഒക്കെ കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. ITV ഇത് 44,000 കിട്ടിയത് ഇവിടെ ഉണ്ട്, 44,000. അപ്പൊ അതിന്റെ ടോട്ടൽ എത്രയായി? മറ്റേ ടോട്ടല് 7,00,000. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇപ്പൊ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. അൻവർ സാറ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ. സ്റ്റോപ്പ്. ഇപ്പൊ ഏകദേശം ടോട്ടൽ എത്ര ഇൻകം ആയി എന്നുള്ളത് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. 6,72,000 പ്ലസ് 44,000. 6, 7, 4, 1, 7. 7,16,000. ഓക്കെ, 7,16,000 പ്ലസ് ഇത് 7,60,000 അത്ര വരുന്നു. 3,36,000, 44. 3,84,000 ഫസ്റ്റ് അല്ല, 3,08,400. ഓക്കെ, 7,00,000 ആകെ സംതിങ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ഒന്നാ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് നമുക്ക് ആവറേജ് ഇൻകം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആരോ ഒരാൾ വിട്ടു ടൈപ്പ്. ഫിറോസ് ബ്രോ 14,00,000 സംതിങ്. അപ്പൊ 6,58,000. 6,88,000 പ്ലസ് 7,16,000. 7,16,000. 4,14,400. ഇതെന്നല്ലേ നമ്മുടെ ബ്രോയും ടൈപ്പ് ചെയ്ത്. യെസ്, 4,542. അപ്പൊ ഇത്രയും പൈസ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഓക്സിൻ തന്നെയാണ്, വേറെ എവിടുന്നല്ല. അപ്പൊ ഓക്സിയിൽ കാശ് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്, ഓക്സിയിൽ പണിയെടുക്കുന്നവർക്ക് കാശുണ്ട്. അപ്പൊ ഈ പ്രോസസ് ഇത്രേ ഉള്ളൂ. ഇപ്പോ അൻവർ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അൻവർ സാറിന്റെ 2 ഐ ഡി ഫൈറ്റർ റാങ്കാണ്. ഫൈറ്റർ റാങ്കിൽ 2 ഐ ഡി എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ചിലർക്ക് നടക്കുന്നുണ്ട്, ചിലർക്ക് നടക്കുന്നില്ല എങ്കിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് തിരുത്താൻ തയ്യാറായാൽ മതി. അതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ സക്സസ് ഫാക്ടറി എന്ന് പറയുന്ന ട്രെയിനിങ്സ്. ഓക്കെ, പെർമനന്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇത് അടുത്ത മാസം നമുക്കൊരു സ്പെഷ്യൽ ട്രെയിനിങ് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് അടുത്ത മാസം കുറച്ച് ബൈക്ക് അച്ചീവേഴ്സിനെ ആദരിക്കാനുണ്ട്. നമുക്ക് എസ്പെഷ്യലി തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് വരുന്നത്. ഇനി ഇവിടെ ആരെങ്കിലും ബൈക്ക് അച്ചീവ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരാഴ്ച സമയമുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇന്നത്തെ ദിവസം
ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നാളത്തെ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ന് പ്ലാൻ ചെയ്യാം. നാളത്തെ ദിവസം ചെയ്യാനുള്ളത് ഇന്ന് രാത്രി എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ഇടാം. നാളെ എന്ത് ചെയ്യണം എന്ന ലിസ്റ്റ്. രാവിലെ ആര് പോയി കാണണം, ഓരോരുത്തരും കാണേണ്ട ടൈം, അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി നാളെ എവിടെയൊക്കെയാണോ മീറ്റിംഗ്സ് നടക്കുന്നത്, കണ്ണൂര് മീറ്റിംഗ് ഉണ്ട്, തിരൂര് മീറ്റിംഗ് ഉണ്ട്, പാലക്കാട് മീറ്റിംഗ് ഉണ്ട്, ഇവിടൊക്കെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും പോയിട്ട് ആ മീറ്റിംഗ് ഹാളിൽ പോയി ഇരുന്നാൽ തന്നെ നമ്മൾ ചാർജ് ആവും. നമ്മൾ പോകുമ്പോൾ 2-3 ആളുകളുടെ കൂട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ കാശും കിട്ടും. ഓക്കെ, കാരണം ഒരാള് ഒറ്റക്ക് പോകുന്നതും ഒരു ടീമിന്റെ കൂടെ പോയിട്ട് അവിടുന്ന് ചാർജ് കിട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ നാളത്തെ ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് നാളെ രാവിലെ NDM ഇല്ല, സൺഡേ ആണ്. നാളെ BOP മാക്സിമം യൂസ് ചെയ്യുക. ഈവനിങ് 9 o'clock പ്രോഗ്രാം സൺഡേ BOP മെഗാ BOP ആണ്. ആ BOP മാക്സിമം ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് താങ്ക് യു വെരി മച്ച് ടു ഓൾ.